ഹലോ അസ്സലാമലൈക്കും. അപ്പം നമ്മൾ അടുത്ത ഗാലാനൈറ്റിനുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പെണ്ണിന് താത്തത ഒരുക്കിക്കൊണ്ടിരിക്കണം. ബ്ലാക്കിലാണ് കേട്ടോ. ഗാലാനൈറ്റ് എന്ന് വെച്ചാൽ ബ്രൈഡ് ട്യൂബി ആയിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗാലാനൈറ്റ് ആയിക്കോളും. നമുക്കതൊന്നും അറിയില്ലല്ലോ. അതാ നമ്മൾ സെറ്റൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ എത്ര സെറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ മുകളിലാണെന്നാണ് പറഞ്ഞത്. ഇവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അങ്ങനെ നമ്മളെ പെണ്ണിന്റെ ഒരുക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. ഓള് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. നിന്റെ ഫോൺ പിടിച്ച് നിൽക്കണപ്പോ ഞാൻ അവള് വീഡിയോ എടുക്കാൻ വിചാരിച്ചിരുന്നു. നോക്കുമ്പോൾ ആർക്കും വീഡിയോ കോൾ ഇത് കണ്ടിക്കാണ്. അപ്പോൾ ബാക്ക് ക്യാമറ ഇട്ട് കണ്ടില്ല, എല്ലാവരും കാണിച്ചു കൊടുക്കുന്നുണ്ടോ. ഞാൻ കരുതിക്കുന്നത് ഓള് വീഡിയോ എടുക്കാൻ, ഞാൻ വീഡിയോ എടുക്കണമെന്ന് എത്തിയിട്ട് ഓളെ മുന്നിൽ നിന്ന് കണ്ട് ഞാൻ അവളെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ. ഫോട്ടോ എടുക്കല് തുടങ്ങിട്ട ഗായ്സ്. ഓക്കെ. ഈ ഓള് ഫേസ് കവർ ചെയ്യണ്ട, ജസ്റ്റ് ഇതാക്കിയാൽ മതി. താഴത്തിന് ചെയ്താൽ ഈ താങ്കൾക്ക് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ പൂതി, അതൊക്കെ കാണുമ്പോ ഒരു കല്യാണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആശിക്കത് കാണണട്ടോ. വ്ളോഗ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ പറഞ്ഞൊന്നും അങ്ങനെ ഉണ്ടായില്ലേ. ഞങ്ങളിനൊക്കെ അങ്ങനെ ഉണ്ടായിക്കണത്. കല്യാണം തന്നെ നടന്നിട്ടില്ല. എല്ലാരും ഫോട്ടോ എടുക്കുന്നുണ്ടോ. അത് കണ്ടിട്ട് സിനു ഇവിടെ നിൽക്കുന്നുണ്ട്. സിനുവിന് എന്താന്നറിയില്ല, ഭയങ്കര ഒരു ഇത് വീണ്ടും കല്യാണം കഴിക്കാനുള്ള പൂതി അത്ര. എന്താ ചെയ്യാ, പാവ ആശിക്കൊന്ന് വന്ന ഒന്നും കൂടി ഈ റംഗോലിയും ഗാലാനായിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കായിരുന്നു. എന്തായിരുന്നു ഇനി നമ്മക്ക് ഉണ്ടാക്കാട്ടോ. വാ ഒന്ന് വാവിട്ടോ. വാവ ഇവിടെ ഇല്ലാത്തോണ്ട് വളരെ വിഷമത്തിലാണ് ഫാമിലി. വളരെ വിഷമത്തിലാണ്. ഞങ്ങക്ക് റീലെടുക്കാന് ഞങ്ങൾക്ക് റീലെടുക്കാനും മാപ്പിളാരില്ലാത്തത് കാരണം ഞങ്ങൾ ആരെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തതാണ്. സാറില്ല അഡ്ജസ്റ്റ് ചെയ്യാ. ഭർത്താവ് മേടിച്ചിക്കണു. അപ്പൊ ഗൈസ് ഇതാക്കണു, നമ്മളെ കേക്ക് ഒക്കെ ഇവിടെ ഷർട്ടിട്ടോളൂ. കേക്ക് ഇവിടെ സെറ്റ് ചെയ്യണു. കോള പാലുള്ള ഗ്ലാസ് കൂടെ സെറ്റ് ചെയ്യണു. അത് പറഞ്ഞിട്ടില്ല അടക്കെ. ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഗാലാനൈറ്റ്. ക്യാമറമാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഈ വീഡിയോ റംഗോലിന്റെ അന്നെടുത്ത വീഡിയോ തന്നെയാണ് കേട്ടോ. ചില സാങ്കേതിക കാരണത്താൽ എനിക്ക് എഡിറ്റ് ചെയ്യാനോ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനോ പറ്റില്ല കേട്ടോ. ഞങ്ങൾ താത്ത പോവാണ് ഗൈസ്. ഇനി എന്നാ അങ്ങനെതാ ഞങ്ങളെ താത്ത എല്ലാം കഴിഞ്ഞ്
മണ്ണാർക്കാട്ടിക്ക് പോവാട്ടോ. ഈ പെരുന്നാക്കുള്ള വരുള്ളൂ. ഒന്നും മറന്നിട്ടില്ലല്ലോ നീയാ? ഒന്നും മറന്നിട്ടില്ലല്ലോ. ബേഗോളെ ബേഗ് താത്താന്റെ ബേഗ്. അപ്പൊ അങ്ങനെ ഞങ്ങളെ താത്ത പോയിട്ടാ ഗൈസ്. അങ്ങനെ എല്ലാം കഴിഞ്ഞാണ്ട് നമ്മളെ ക്യാമറമാരും പോയിട്ടോ. എനിക്ക് ഇതിൽ കുറെ വീഡിയോസും ഫോട്ടോസും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ എടുത്തത് വെച്ചിങ്ങാണ്ട് വീഡിയോ ആക്കിയതാണ് കേട്ടോ. അങ്ങനെ നമ്മളെ പെണ്ണ് ഇതാ മുകളിലായിരുന്നു ഇത് സെറ്റ് ചെയ്തിരുന്നത്. അവിടുന്ന് നമ്മളെ പെണ്ണ് ഇറങ്ങി വന്നിട്ട് അതിനെ കുറിച്ച് നമ്മൾ ഇതിനെ കുറിച്ച് പറയണം കേട്ടോ. സംഭവം പറയണത് എന്താന്ന് വെച്ചാല് എന്താ ഇവിടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചെൽക്കോൾക്ക് പറ്റുന്ന പോലെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റി. പിന്നെ ഞങ്ങളൊക്കെ നല്ലോണം സഹകരിച്ചു എന്നൊക്കെയാണ് പറയണത്. ഞാൻ ഓളമ്മാനെ വീഡിയോ എടുത്തപ്പോൾ ഓളമ്മ അവിടുന്ന് മാറി നിന്നാണ് കേട്ടോ. ഓളത് മൈക്കൊക്കെ പിടിച്ചോള് സംസാരിക്കുന്നുണ്ട്. പക്ഷെ മൈക്ക് ഓഫ് ആയവരെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഇത് ഓഫ് ആയിട്ടാണെന്ന് പറയുന്നുള്ളത് ഞാൻ അറിഞ്ഞത്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാന്ന് വെച്ചാല് ഓള് ഇത് കഴിഞ്ഞേക്കിന് ഇത് ഇട്ടെറിഞ്ഞാണ്ട് ഇവിടുന്ന് പോയില്ല. ഞാൻ പറഞ്ഞു ഓരോട് പൊയ്ക്കോളി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഓള് പോയില്ല. ഈ സെറ്റൊക്കെ അയച്ചു കഴിഞ്ഞ് എല്ലാതും അടിച്ച് തുടച്ച് മിനുക്കി തന്നിട്ടാണ് കേട്ടോ ഓല് ഇവിടുന്ന് പോയത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്കും കമന്റ് ഒക്കെ ചെയ്യാം. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.